Dear nurses, welcome back to Dr. APJ Nursing Academy, Trivandrum, Kerala. അപ്പോൾ ഇന്ന് നടന്ന കേരള PSC സ്റ്റാഫ് നേഴ്സിലെ ഹോമിയോ മെഡിക്കൽ കോളേജുകളിലേക്ക് നടന്ന റിക്രൂട്ട്മെന്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് ഡോക്ടർ APJ നഴ്സിംഗ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചില ഉത്തരങ്ങളൊക്കെ ഫൈനൽ ആൻസർ കീ അല്ലെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ അതിനോടുള്ള ക്ഷമ ആദ്യമേ തന്നെ ചോദിക്കുന്നു. ഇൻ കേസ് ചില വ്യത്യാസങ്ങളൊക്കെ വരാം, ആ ഒരു കാര്യം പറയുന്നു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പറയുന്ന ആൻസർ കീയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേരാനുള്ള ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻസ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺസ് കൂടെ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെഷർ ഓഫ് ഹാർട്ട് പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ ഇൻഡിവിജ്വൽ? അല്ലെ, സൈസ് ഓഫ് ദ ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ ബോഡി സർഫസ് ഏരിയയും എടുത്ത് കാർഡിയാക് പെർഫോമൻസ് നോക്കുന്നത് ബൈ കാർഡിയാക് ഇൻഡെക്സ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, which of the following does not take place in catabolic reactions? Catabolic reaction എന്ന് പറയുമ്പോൾ എന്താണ്? ലാർജർ മോളിക്യൂൾസിനെ സ്മോളർ മോളിക്യൂൾസ് ആകുന്നു അല്ലെ. അപ്പോൾ ഇവിടെ സ്മോളർ മോളിക്യൂൾസിൽ നിന്ന് ലാർജർ മോളിക്യൂൾ ആകുന്നത് ആനബോളിസം ആണ് അല്ലെ. അതിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്ന മിനറലൈസേഷൻ ഓഫ് ബോൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ആനബോളിക് പ്രോസസ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഒപ്താൽമിക് ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് അല്ലെ, വളരെ ഇമ്പോർട്ടൻസ് ആണ്, ഇത് പഠിപ്പിച്ചതാണ്. ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ബൈ ophthalmic artery, that is internal carotid artery is the correct answer. Next question, name the blood vessels supplying the walls of large arteries and veins by vasorum is the blood supply and vasonervosum is the nerve supply between the layers of blood vessels. പഠിപ്പിച്ചതാണ്. Which of the following is a carpal bone? The only carpal bone in the option is lunate, that is moon shaped carpal bone. LSD is a powerful synthetic hallucinogen. പഠിപ്പിച്ചതാണ്, സൈക്കാട്രിക് നോട്ട്സിലുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഹാവ് മാർക്ക്ഡ് ഇൻഫ്ലുവൻസ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ഇൻഡസ്റ്റൈനൽ ഫ്ലോറ? അല്ലെ, ഇൻഡസ്റ്റൈനൽ ഫ്ലോറ ഞാൻ പഠിപ്പിച്ചതാണ്. ഫുള്ളി ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്? സെല്ലുലോസ് അല്ലെ. അപ്പോൾ ഇറ്റ് ഈസ് ഡയറ്റ് അല്ലെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡയറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആഫ്റ്റർ സ്റ്റെയിനിങ്? അല്ലെ, അപ്പം ഗ്രാം പോസിറ്റീവ് മെത്തിലിൻ ബ്ലൂ വെച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിൽ വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളർ സ്റ്റെയിനിങ് ആണ് കിട്ടുന്നത്. പർപ്പിൾ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെർസിസ്റ്റന്റ് പതോജൻ ഇറ്റ് മീൻസ് ലോങ് ടൈം causing infection of a host, that means one which remains viable for long period of host. Option A is the correct answer for this question. Option A is the correct answer. Next question, who told the statement of sociology is the study of relationship between man and his environment by child? Fairchild is the correct answer. Fairchild HP is the correct answer for this question. Next question, in the postoperative ward the nurse observes patient experiencing pain. She reaches the conclusion that postoperatively patient experiencing pain. What type of reasoning is? അല്ല, അപ്പോൾ ഇവിടെ നേഴ്സ് വന്നു, അത് ഒബ്സർവേഷനിൽ വന്ന് കണ്ടു, ആ ഒബ്സർവേഷനിൽ നിന്ന് ഒരു കൺക്ലൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡക്റ്റീവ് റീസണിങ്. തിയറി ബേസ് ചെയ്ത് കൺക്ലൂഷൻ വന്നാൽ ഇറ്റ് ഈസ് ഡിഡക്റ്റീവ് റീസണിങ്. ഓൾറെഡി പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ ക്യാൻ occur through his desire to fit with a group. This type of social influence is called social conformity is the correct answer. Next, the ego defense mechanism by woman who has hated towards mother-in-law behaves lovingly and friend. അല്ലെ, അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് റിയാക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണ് അല്ലെ. അപ്പം ദാറ്റ് ഈസ് എ റിയാക്ഷൻ ഫോർമേഷൻ കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, according to topographical model of mind, the repressed desire or thought, the repressed anxiety thought comes under unconscious mind or dangerous mind അല്ലെ. ഫ്രോയിഡിന്റെ പഠിപ്പിച്ചതാണ്, നോട്ടിലുണ്ട്. നെക്സ്റ്റ്, which of the following is the secondary motives? Primary motives അച്ചീവ്മെന്റ് അല്ലെ, ആക്ടിവിറ്റി, ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ക്യൂരിയോസിറ്റി കംസ് അണ്ടർ സെക്കൻഡറി മോട്ടീവ്. നെക്സ്റ്റ്, elderly client tell the nurse that your behavior remain me my doctor, which is the therapeutic impasse. The patient
transfer his emotion towards the nurse is called transference. Next. A mentally ill client treatment of antipsychotic is admitted with rapid onset of muscle rigidity, hypothermia, consciousness, elevated creatine phosphokinase, which is a side effect of the NACE. High temperature, the condition is neuroleptic malignant syndrome is the correct answer. Next question. A client developed consciousness disorientation, hallucination in 2 or 4 days after complete abstinence of alcohol, which is the withdrawal syndrome. Develop clouding of consciousness or clear mindedness is called delirium tremens is the correct answer. Next question. Client during sleep experiencing temporary sudden loss of muscle tone causing weakness, immobilization, which is referred as. ഞാൻ പറഞ്ഞു X വരുന്നത് it is related to sleep. അല്ലെ, cataplexy is the correct answer. When interviewing a client with schizophrenia, the nurse identifies that has delusion of persecution. The most appropriate behavior the nurse would. But delusion of persecution is a belief of thought of the patient. Psychiatric patient delusional thought ഉണ്ടെങ്കിൽ നമ്മൾ ആ ബിലീഫിനെ ഇനിഷ്യലി നമ്മൾ അക്നോളജ് ചെയ്യണം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം അപ് ടു ദ ആൻറ്റിസൈക്കോട്ടിക് കൊടുത്ത് പേഷ്യൻ്റ് അസുഖം സുഖമാകുന്നത് വരെ നമ്മൾ അവരുടെ ഫീലിങ്സും തോട്ടുകളൊക്കെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം, അവരെ റെസ്പെക്ട് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ അക്നോളജ് ദ ഫീലിംഗ് ആൻഡ് റീഇൻഫോഴ്സ് ദ റിയാലിറ്റി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ this question. Next, the persistent disorder characterized by odd magical thinking, eccentric behavior, suspicious, unusual, perceptual experience and inappropriate affect. Odd eccentric behavior എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് ആൻസർ is schizotypal is the correct answer. Next question. A community health nurse embed the life skill education for adolescent. He is using which level of prevention? അപ്പോൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ it is by primary prevention is the correct answer. Next question. A patient is diagnosed to have a mania, exhibits severe elevation of mood associated with the delusion of grandeur. ഇവിടെ extreme mood elevation അല്ല പറഞ്ഞേക്കുന്നത്, just severe ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ severe with grandiosity is called exaltation is the correct answer. Next. When rendering care to a client with dementia, which of the nursing intervention is not appropriate? അവിടെ consistent, safe, physical environment and daily routine is important. അപ്പോൾ inconsistent എന്ന് പറയുന്നത് it is a inappropriate ആയിട്ടുള്ള അല്ലെങ്കിൽ not appropriate ആയിട്ടുള്ള care of dementia patient ആണ്. Okay, next question. Question number 26. When collecting history from a client, he says that he is staying his parents, grandfather, uncles, aunts and cousin. The nurse understanding that is beliefs. Already പഠിപ്പിച്ചതാണ്, it is an extended family ആണ്. അതായത് ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ കസിൻസ് ഉൾപ്പെടെ താമസിക്കുകയാണെങ്കിൽ it is called extended family is the correct answer. Next. The process by which individual learn to conform to the norm of the group is called. The process by which individual learn to conform to the norms of the group. അപ്പോൾ നോംസ് ഓഫ് ദ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് അനുസരിച്ച് ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുന്നു, ലീവിങ് ടുഗദർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംപ്ലി കോൾ ഇറ്റ് ആസ് സോഷ്യലൈസേഷൻ. ഓക്കെ, ഓൾറെഡി പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്. Which one of the following is not a type of controlled thinking? Controlled thinking il creative thinking varum, reasoning varum, problem solving ഇതെല്ലാം വരും. ഇതിനകത്ത് ഇമാജിനേഷൻ, പെർസെപ്ഷൻസ് അതൊന്നും കൺട്രോൾഡ് തിങ്കിങ് ഓഫ് ലേണിങ്സിൽ വരത്തില്ല. നെക്സ്റ്റ്. An adolescent engage a rebellious behavior and difficulty to maintaining personal relationship. The nurse recognized that she might have failed to achieve Erikson's psychosocial development task. അപ്പോൾ ഈ എറിക്സന്റെ psychosocial task പ്രീ സ്കൂൾ behavior of an difficulty in maintaining personal relationship. The nurse recognized that she might have failed to achieve. അപ്പോൾ അഡോളസൻസ് ആണെങ്കിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ is the correct answer for this question. Next. Parents remove strict control on the use of internet when child demonstrate responsible behavior is an example of. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ദാറ്റ് ഈസ് ബൈ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫാദർ. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ ഈസ് it is by negative reinforcement. Next. Which of the following position advised after vitrectomy if gas bubble is used? After vitrectomy കഴിഞ്ഞാൽ കൊടുക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് പ്രോൺ പൊസിഷൻ ആണ്. നെക്സ്റ്റ്.
Nurse is advised to follow the activity of a patient who underwent lower limb amputation. അല്ലെ ലോവർ ലിംബ് ആംപ്യൂട്ടേഷൻസ് ആയി കഴിഞ്ഞാലും അവിടെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്ന ഫ്ലക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലൈ ഇൻ പ്രോൺ പൊസിഷൻ അല്ലെ ലൈ ഇൻ പ്രോൺ പൊസിഷൻ ആഫ്റ്റർ 24 hours of amputation. Importance. Peripheral administration of chemotherapeutic agent is limited to a duration of 30 minutes to 1 hour is the correct answer. Next. Which among the following adverse effect noticed with erythropoietin therapy in the end stage of kidney disease? അല്ലേ അപ്പോൾ അറിയാം ഹൈപ്പർ ടെൻഷൻ കാണും, ഹൈപ്പർ കലീമിയ കാണും, ഇൻക്രീസ്ഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി അല്ലേ. അപ്പോൾ ഈ നാലുമാണ് അവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is incorrectly related to anti-venin infusion? അല്ലേ അപ്പോൾ ആൻറ്റി വിനം ഇൻഫ്യൂഷൻസിന് നമുക്ക് ഒരു ലിമിറ്റഡ് വയൽസിൻ്റെ നമ്പർ ഉണ്ട്, കണക്കുണ്ട്. 8 to 10 വയൽസ് ആണ് യൂഷ്വലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അവിടെ ദർ ഈസ് നോ ലിമിറ്റ് ടു നമ്പർ ഓഫ് ആൻറ്റി വെനൻ വയൽ ദാറ്റ് ക്യാൻ ബി അഡ്മിനിസ്റ്റർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ആൻറ്റിവെനം. ആൻറ്റിവെനം മോസ്റ്റ് എഫക്റ്റീവ് ഗിവൻ വിത്തിൻ 4 to 6 hours കറക്റ്റ് ആണ്. ടോട്ടൽ 8 ഡോസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അറൗണ്ട് ഫസ്റ്റ് 4 to 6 hours എടുക്കും. അതുപോലെ ചില ആൻറ്റിവെനത്തിൽ എന്താണ് ദർ ഹാസ് അലർജി വരാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കാറുണ്ട് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹൗ മച്ച് മാക്സിമം ml ഓഫ് സൊല്യൂഷൻ ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ വെൽ ഡെവലപ്ഡ് ഡെൽറ്റാമെക്സ് അല്ലേ. അപ്പം ബെസ്റ്റ് എന്ന് പറയുന്നത് 0.5 to 1 ml ആണ് കൊടുക്കുന്നത്. എന്നിരുന്നാലും മാക്സിമം വെൽ ഡെവലപ്ഡ് ആയ ഡെൽറ്റോയിഡ് മാക്സിൽസിൽ 2 ml വരെ എന്ത് കൊടുക്കാം, IM ആയിട്ട് ഇഞ്ചെക്ഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. ടൈപ്പ് ഓഫ് ബാൻഡേജ് യൂസ് ടു കവർ ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ ബോഡി. ഡിസ്റ്റൽ പാർട്ടിൽ നമ്മൾ കവർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ടേൺ റിട്ടേൺ അല്ലേ. അപ്പം റിക്കറൻറ്റ് ടേൺസ് ആയിട്ടുള്ള ബാൻഡേജിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ദാറ്റ് ദ നേഴ്സ് അഡ്മിനിസ്റ്റർ എ ഫോമുലേഷൻ വിത്ത് ഡെക്സ്ട്രോസ് ത്രൂ പേരന്റൽ വെയിൻ ഈസ് 10% ഡെക്സ്ട്രോസ് ആണ് നമ്മൾ യൂഷ്വലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. Which of the following vitamin should restrict a patient who undergoes hemo-occult test? അല്ലെ ഹീമോ-ഒക്കൾട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്ലഡ് ലോസ് ആണ്, അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A patient had an eye injury brought to the ophthalmic hospital. Which of the following intervention should not be advised? അല്ലെ അപ്പോൾ ഐ ഇഞ്ചറി ഉള്ള പേഷ്യൻസ് ചിലപ്പോൾ എന്ത് ചെയ്യണം, ദർ ഈസ് എ സർജറി സംതിങ് കാണും അല്ലെ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, പേഷ്യൻസിന് ഒരിക്കലും ഫ്ലൂയിഡ്സ് ഗീവ് എ ഫുഡ് ഓർ ഫ്ലൂയിഡ്സ് ടു ദ പേഷ്യൻറ്റ് ഷീ ആസ്ക് അല്ലെ. അവിടെ പേഷ്യൻറ്റിനെ ഇൻബിയോ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ്. ഡിപ്രസ്ഡ് ഡീപ് ടെൻഡൻ റിഫ്ലക്സ് അല്ലെ. അവിടെ മഗ്നീഷ്യം സൾഫേറ്റ് ബോഡിയിൽ എക്സസ് ആകുമ്പോഴാണ് ഡീപ് ടെൻഡൻ റിഫ്ലക്സ് വരുന്നത് അല്ലെ. അപ്പോൾ ഹൈപ്പർ മഗ്നീഷ്യമേ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്. ഹ്യൂമൻ അനാട്ടമിക്കൽ വേസ്റ്റ് ഇൻക്ലൂഡിങ് അല്ലെ ബോഡി പാർട്ട്, ആംബ്യൂട്ടേറ്റഡ് ലെഗ്, ഡ്രസ്സിങ് അല്ലെ, അതെല്ലാം വരുന്ന യെല്ലോ ബാഗിലാണ് ഡിസിൻ. ദ ബോഡി ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് മോർ ദാൻ 2 degrees Celsius ആൻഡ് ബട്ട് നെവർ റീച്ച് ടു ഫ്ലക്ച്വേഷൻ ഈസ് കോൾഡ് റെമിറ്റന്റ് ഫീവർ അല്ലെ. Okay. Which among the following manifestations should be observed the nurse while caring of a patient receiving epidural morphine? അല്ല അപ്പോൾ മോർഫിൻ്റെ നമുക്ക് ഇമ്പോർട്ടൻസ് മെയിൻലി പഠിക്കേണ്ടത് റെസ്പിറേറ്ററി ഡിപ്രഷൻ ആണ്. അതുപോലെ തന്നെ മോർഫിൻ എന്തുണ്ടാകുന്നു, വാസോ ഡയലറ്റേഷൻ എഫക്റ്റ് വരുന്നത് കൊണ്ട് ദർ ഈസ് എ ചാൻസ് ഫോർ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Type of enema administering to relieve gaseous distension by carminating enema is the correct answer. Next. Which among the following is the most reliable method to confirm the proper placement of ET tube by capnography is the correct answer. Next. Ipsilateral motor loss and contralateral loss of pain and temperature is seen in Brown-Sequard syndrome. Okay, പഠിപ്പിച്ചതാണ്. ECG finding in hyperkalemia പഠിപ്പിച്ചതാണ്. Peaked T wave and widen QRS complex. Next. Which among the following intervention should be done first by the nurse? The patient has sucking chest wound. പറഞ്ഞതാണ് 3-side ventilated chest dressing. Cover the wound with ventilated dressing is the correct answer. Next. Necrotizing tissue at the center of injury regard to tissue viability towards the periphery burn injury is called, burns in the notes kadapond, it is called zone of coagulation. Option B, zone of coagulation is the correct answer. Next. A patient is on anti-tubercular drugs, reported the side effect of nystagmus. Which among the following anti-tuberculous drug caused the side effect of nystagmus? Nystagmus, eye problems, ellam E, ethambutol is the correct answer. Next, Nalgonda techniques for the fluorosis means deficiency of
ഫ്ലൂറിൻ അല്ലേ. അപ്പോൾ അവിടെ ഫ്ലൂറിൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് കോൾഡ് ഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടർ, ഓൾറെഡി പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ് പുവർ മാൻസ് മീറ്റ് ഈസ് കോൾഡ് പൾസസ്. നെക്സ്റ്റ് deficiency of niacin which can leading to pellagra. Vanaspati is lacking of fat soluble vitamin. It is fortified with the vanaspati is a cholesterol. It is fortified with vitamin D and vitamin A. That is antioxidant ആയിട്ടുള്ള vitamin A യും അതുപോലെ vitamin D യും ആണ് fortified with vanaspati. Community health nurse discourage the child for adopting the harmful lifestyle. This is the prevention by primordial prevention. Lifestyle modifications എല്ലാം വരുന്ന primordial prevention. A dual record which consists of continuous enumeration of birth and death by an enumerator and the independent survey every 6 months by the investigator supervisor. അല്ലേ, അപ്പോൾ ഇവിടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സർവേ ആണ് പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ സൂപ്പർവൈസർ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് ആസ് എ പാർട്ട് ഓഫ് ദെയർ സ്റ്റഡി. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് അണ്ടർ ICDSC ദ അംഗൻവാടി വർക്കർ വിത്ത് എ പോപ്പുലേഷൻ ഓഫ് 1000 ആണ് കറക്റ്റ്. എന്നിരുന്നാലും 500 to 1000 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് Arthalgia is the adverse effect of following administration of muscle vaccine, that is DPT. Next, the degree to which to be communicated and perceived trustworthy by the receiver is called credibility of the communication is the correct answer. Next, among Erikson psychosocial development of preschooler, preschooler always initiative versus guilt is the correct answer. Calorie per milk, high energy milk is 100 ml, sugar 1 teaspoon and oil half teaspoon. In nutrition management of protein, energy, malnutrition. Milk 100 ml എന്ന് പറയുമ്പോൾ നമുക്കറിയാം it is around 70 calorie. അല്ലേ, 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 5 gram ഷുഗർ, 5 × 4 20, അപ്പം 90 ആയി അല്ലേ. ഒരു ഓയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാണ് 9 ഫാറ്റ് എങ്ങനെയാണ്, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 95 കാലറിയോളമായി അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ആൻ അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 100 calorie per 100 ml is the correct answer. Next, the characteristic sand-like lesion on the buccal mucosa is called Koplik spot is the correct answer. Next, classical feature development of assessment suggestive of cerebral palsy is the poor Moro reflex. Moro reflex abnormal is leading to cerebral palsy. എല്ലാം പഠിപ്പിച്ചതാണ്. Next question, the maintenance therapy in fluid management in a hospital of child weighing 50 kilo is 50 കിലോ ആകുമ്പോൾ 15 × 70 അല്ലേ, 70 അല്ലെങ്കിൽ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 1150 ml ആണ് കിട്ടുന്ന. ആൻസർ ഈസ് 1100 ഈസ് ദ കറക്റ്റ് ആൻസർ. ദ ബെസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ അഡിക്വേറ്റ് വെന്റിലേഷൻ ഇൻ നിയോനേറ്റൽ റെസിസ്റ്റേഷൻ ബൈ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹാർട്ട് റേറ്റ് അല്ലേ. ഹാർട്ട് റേറ്റ് 60 താഴുമ്പോഴാണ് റെസിസ്റ്റേഷൻ കൊടുക്കുന്നത്. 100 വെക്കുമ്പോൾ മാസ്ക് റെസിസ്റ്റേഷൻ വരും, എബോവ് 100 വരുമ്പോൾ ഓക്സിജൻ മാസ്ക് അല്ലേ. അപ്പോൾ ഇതെല്ലാം പഠിപ്പിച്ചതാണ്. ഇവിടെ ആൻസർ ഈസ് ഓപ്ഷൻ സി. The most important pathogenic radioactive feature of necrotizing enterocolitis in newborn baby is the pneumatosis intestinalis is the correct answer. Next, preconception intake of folate daily is well recognized strategy for preventing the occurrence of neural tube defect. Next, clinical criteria diagnosing infective endocarditis അല്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. ആൻസർ ഇസ് ഡൂക്സ് ക്രൈറ്റീരിയ. CNS prophylaxis for specific therapy for acute lymphoblastic leukemia in children, intrathecal administration അല്ലേ. അപ്പോൾ ഇവിടെ പ്രൊഫൈലാറ്റിക് ഇൻട്രാത്തീക്കൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എന്താണ് മെറ്റബോളൈറ്റ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തോട്രക്സേറ്റ് എന്ന് പറയുന്ന ഡ്രഗ്സ്, ആൻറ്റി മെറ്റബോളൈറ്റ്സ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലൈഫ് അല്ലേ. കൺട്രോൾഡ് കോഡ് ട്രാക്ഷൻ, പ്ലാസന്റൽ അസസ്മെന്റ് എല്ലാം എന്താണ് ആക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് തേർഡ് സ്റ്റേജ്. അവിടെ ഓക്സിറ്റോസിൻ യൂസ് ചെയ്യും, പക്ഷേ മാക്സിമം 10 to 15 യൂണിറ്റ്സ് മാക്സിമം യൂസ് ചെയ്യത്തുള്ളൂ. ഈ 40 യൂണിറ്റ് എന്ന് പറയുന്ന ഓവറാണ് അല്ലേ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 and 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മോസ്റ്റ് ഡെലിബറേറ്റീവ് സീക്വൽ ഓഫ് മെനപ്പോസ്, ദ മോസ്റ്റ് കോമൺ സിംറ്റം ഓഫ് മെനപ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഹോട്ട് ഫ്ലഷ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഫെയിലിയർ ഓഫ് എമിഷൻ ഓഫ് സ്പെയിം, സിംപ്ലി ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് അസ്പെമിയ ഈസ് ദ കറക്റ്റ് ആൻസർ. Next, which of the following has painless bleeding is the classical features of placenta previa and placenta vasa previa is the correct answer. Next, absolute feature of non-physiological jaundice അല്ലേ. നോൺ ഫിസിയോളജിക്കൽ പെർ ഡേ മോർ ദാൻ 5 mg കൂടുതൽ ഇൻക്രീസ് ആകുന്നു, ഫിസിയോളജിക്കലി ലെസ് ദാൻ 5 ആണ് അല്ലേ. പെർസിസ്റ്റന്റ് മോർ ദാൻ 1 week ഓഫ് ടേം ഇൻഫൻറ്റിൽ ലെസ് ദാൻ 1 week ആയിരിക്കും ഫിസിയോളജിക്കൽ. പ്രീ ടൈം ബേബിയിലാണെങ്കിൽ ലെസ് ദാൻ 2 weeks ആയിരിക്കും. പക്ഷേ പതോളജിക്കലി ടേമിൽ മോർ ദാൻ 1 week
പ്രീ ടൈമിൽ മോർ ദാൻ 2 വീക്സ് ആയിരിക്കും അല്ലേ. ജോണ്ടിസ് അപ്പിയറിംഗ് ബിഫോർ 24 വീത്ത് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തേർഡ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യാം. ബാലൻസ് 1 and 2 ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, compression ventilation ratio of newborn resuscitation is 3:1 is the correct answer. Next, single most important galactokinetic hormone is prolactin is the correct answer. Which manifestation is most significant predict maternal and fetal outcome in pre-eclampsia? അല്ലേ. അപ്പോൾ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന എന്താണ്, ലെവൽ ഓഫ് ബ്ലഡ് പ്രഷർ ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് സയൻസ് ഓഫ് പ്ലാസെന്റൽ സെപ്പറേഷൻ അല്ലേ. പ്ലാസെന്റൽ സെപ്പറേഷനിൽ യൂട്രസ് ബിക്കം ഫേം ആവും, അതുപോലെ തന്നെ ഫണ്ടൽ ഹൈറ്റ് ഇൻക്രീസ് ആവും, അല്ലെങ്കിൽ ഫണ്ടൽ ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് റൈസ് ആവും. ഫണ്ടൽ ഹൈറ്റ് ഡിക്രീസ് ആൻഡ് റൈസ്, ആ ഒരു വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പെർമനൻറ്റ് ഷോർട്ടനിങ് ഓഫ് കോഡല്ല, പെർമനൻറ്റ് ലെങ്തനിങ് ഓഫ് ദ കോഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ 1 and 2 തന്നെ ഇവിടെയും നമുക്ക് എടുക്കാം. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ബെസ്റ്റ് മെഷേഴ്സ് ടു സെൻട്രൽ ടെൻഡൻസി ഈസ് ഓൾവേസ് ബൈ അരിത്തമെറ്റിക്കൽ മീൻ എന്നാണ് നമ്മൾ പഠിപ്പിച്ചേക്കുന്ന. ആൻസർ ഈസ് ഓപ്ഷൻ ബി, അരിത്തമെറ്റിക്കൽ മീൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ദ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് എക്സാമിൻ ദ കൾച്ചർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. കൾച്ചർ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന റിസർച്ച് ആണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബൈ എത്തനോഗ്രാഫിക് റിസർച്ച്. നെക്സ്റ്റ്, the most appropriate research instrument that can be used to collect the information of knowledge regarding measures to prevent COVID-19 disease among general public അല്ലേ. അപ്പോൾ ഒരു ലാർജ് പീപ്പിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൂള് അല്ലേ, ടെക്നിക്സ് ആൻഡ് ടൂൾ. അപ്പോൾ അവിടെ ടെക്നിക്സ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അത് ഏതാണ്, ഇറ്റ് ഈസ് ബൈ ക്വസ്റ്റ്യനെയർ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ലാർജ് സബ് ഡിവിഷൻ ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഇൻ ദ കരിക്കുലം. കരിക്കുലത്തെ വീണ്ടും നമ്മൾ സബ്ജക്ട് മാറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് യൂണിറ്റ് പ്ലാനിങ് ഓഫ് ദ കരിക്കുലം. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ദ ടെസ്റ്റ് സിമുലേറ്റ് ദ കമ്പാരിസൺ മോർ ദാൻ 2 സാമ്പിൾ ബൈ ഇസഡ് സ്കോറിംഗ് അല്ലെങ്കിൽ ഇസഡ് ടെസ്റ്റ്. ഇസഡ് ടെസ്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇന്റർനാഷണൽ നേഴ്സസ് ഡേ തീം നോട്ടിൽ നല്ലവണ്ണം എഴുതിയിട്ടുണ്ട്. നേഴ്സസ് എ വോയിസ് ടു ലീഡ് നേഴ്സിംഗ് ദ വേൾഡ് ടു ഹെൽത്ത് ഈസ് ദ 2020 നേഴ്സസ് ഡേ തീം ബൈ ICN. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓർഗനൈസ്ഡ് ബൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള രണ്ടുപേര് തമ്മിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് സിംപ്ലി കോൾ ഇറ്റ് ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. വൺ അമോങ് ദ ഫോളോയിങ് ടെക്നിക്സ് ഈസ് ആൻ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക് ബൈ BED അനാലിസിസ്. ICN Act 1947 and ICN established in 1948 is the correct answer. The statement that describes the purpose of an organization is the mission statement. Next, the statement that describes the qualification, experience, quality for a job means job CV അല്ലെങ്കിൽ job specification is the correct answer. Next, leadership style using task oriented. Task oriented is always authoritarian അല്ലെങ്കിൽ autocratic leadership. Next, false harmful written report അല്ലെ. harmful റിട്ടേണിനെ നമ്മൾ ലെറ്റർ എന്നുള്ള രീതിയിൽ പഠിക്കുമ്പോൾ ലയബിൾ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, example of a single use plan is always budget. Budget is a single use plan. Graphical representation of structure of an organization is called organogram is the correct answer. The philosophical belief where the blend useful essential aspect of various philosophy. എല്ലാ ഫിലോസഫിയും കൂട്ടി യോജിപ്പിക്കുന്നത് ഏത് ഫിലോസഫിയാണ്? ഇറ്റ് ഈസ് ബൈ eclecticism. Eclecticism is the correct answer. Next question, the teaching method where direct visualized explanation of procedures and concept അല്ലേ. അപ്പോൾ ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ഇറ്റ് ആസ് ഡെമോൺസ്ട്രേഷൻ. നെക്സ്റ്റ്, നോട്ട് എ ക്രൈറ്റീരിയ ഫോർ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ അല്ലേ. ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ 3 കാര്യങ്ങളാണ് വരുന്നത്: കൺട്രോൾ, മാനിപ്പുലേഷൻ, റാൻഡമൈസേഷൻ. ഇല്ലാത്തത് കമ്പാരിസൺ വരത്തില്ല അല്ലേ. ദ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഫോർ അസൈനിങ് ഗ്രേഡ് ടു ദ ലേണർ അല്ലേ. അപ്പോൾ ഒരു ഗ്രേഡ് ടു ദ ലേണറിൻ്റെ ഗ്രേഡ് നമ്മൾ നിശ്ചയിക്കണമെങ്കിൽ ആ ലേണർ ആ ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ആ ലേണിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഗ്രേഡിങ്ങിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ഗ്രേഡിങ് എന്നുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സമ്മേറ്റീവ് ഇവാലുവേഷൻ കേട്ടോ. ഗ്രേഡിങ് ഈസ് ഓൾവേസ് എ സമ്മേറ്റീവ് ഇവാലുവേഷൻസ്. നെക്സ്റ്റ്, ദ ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് എ ടൂൾ ഇൻ റിസർച്ച്. ട്രസ്റ്റ് വർത്തിനെസ് വാലിഡിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ട്രസ്റ്റ് വർത്തിനെസ് വാലിഡിറ്റി ഓഫ് ടൂൾ ഇൻ റിസർച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ അവിടെ എന്താണ്? ഡിഗ്രി ഓഫ് എന്താണ്? ആക്യുറസി അല്ലേ. അവിടെ എത്രത്തോളം അതിൻ്റെ അപ്രോപ്രിയേറ്റ് ഓവറോൾ അപ്രോപ്രിയേറ്റ്നെസ് അല്ലേ. അപ്പം ഡിഗ്രി ടു വിച്ച് വാട്ട് ആൻ ആട്രിബ്യൂട്ട് ടു മെഷർ ദ റിസർച്ച് ഈസ് കോൾഡ് വാലിഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ 100 ക്വസ്റ്റ്യൻസിൽ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ കീയിൽ നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡൗട്ടുകളായിട്ട് ഇടാം. അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ആൻസർ ഡൗട്ടായിട്ട് ചോദിക്കാം. ഞാൻ പിന്നീട് അത് റെഫർ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഭാഗം കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇത്തരം പരീക്ഷകൾക്ക് ഇനിയും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരിലും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ഷോർട്ട് വീഡിയോ. Just signing out. Thank you.